ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇന്നും സ്തംഭിച്ച് നിയമസഭ. പ്ലക്കാർഡ് ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിന് അതേ നാണയത്തിൽ ഭരണപക്ഷത്തിന്റെ മറുപടി. സഭാ കവാടത്തിന് മുന്നിൽ അസാധാരണ നീക്കവുമായി ഭരണപ്രതിപക്ഷങ്ങൾ. ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സഭകളെ ഒപ്പം നിർത്താൻ സർക്കാരിന്റെ നീക്കം. നിയമസഭയിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രത്യേക പ്രസ്താവന. NSSന് കിട്ടിയ അതേ ആനുകൂല്യം ക്രൈസ്തവ മാനേജ്മെന്റുകൾക്കും. സ്വാഗതാർഹമെന്ന കത്തോലിക്ക സഭ. ഉമ്മർ ഫൈസി മുക്കത്തെ ഉൾപ്പെടുത്തി സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം. കട്ടിളപ്പാളി കേസിലും സ്വാഭാവിക ജാമ്യം കിട്ടിയതോടെ പോറ്റി പുറത്തേക്ക്. പുറത്തിറങ്ങുന്ന പോറ്റിയെ ചോദ്യം ചെയ്യാൻ ED. പുറത്തിറങ്ങിയാൽ തെളിവ് നശിപ്പിക്കുമെന്ന് VD സതീശൻ. തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് 14 ദിവസം കൂടി നീട്ടി. തന്ത്രി 2.5 കോടി നിക്ഷേപിച്ച നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റിൽ ED റെയ്ഡ്. MM നരവനെയുടെ കുറിപ്പിലും വ്യാപാര കരാറിലും ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധം. ലോക്സഭ 2 തവണ നിർത്തിവെച്ചു. രാജ്യസഭയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വൈകിട്ട്. ലോക്സഭയിലെ മറുപടി ഒഴിവാക്കി. രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനെ ചൊല്ലി രാജ്യസഭയിലും ഭരണ പ്രതിപക്ഷ പോര്. CJ റോയുടെ മരണത്തിൽ അന്വേഷണം കേരളത്തിലേക്കും. കർണാടക പോലീസ് സംഘം കൊച്ചിയിലെത്തും. റോയുടെ ഇന്റർനെറ്റ് കോളുകൾ നിരീക്ഷിച്ച SIT. സിനിമാ പ്രവർത്തകരുടെ നിക്ഷേപങ്ങൾ പിൻവലിക്കപ്പെട്ടത് റോയെ സമ്മർദ്ദത്തിലാക്കി. കോൺഫിഡന്റ് ഗ്രൂപ്പിൽ കള്ളപ്പണമില്ലെന്ന് മാനേജ്മെന്റിന്റെ വിശദീകരണം. കത്തോലിക്ക സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പോപ്പുലർ ഫ്രണ്ട് ശ്രമിച്ചെന്ന് തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്. എറണാകുളം അങ്കമാലി രൂപതയിലെ വിമതരുമായി പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തി. അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞ വിവരമെന്നും മാർ ആൻഡ്രൂസ് താഴത്ത്. വർഗീയ കലാപം ഉണ്ടാക്കാനാണ് വെളിപ്പെടുത്തലെന്ന് അൽമായ മുന്നേറ്റം. കളമശ്ശേരിയിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും. കോങ്ങാടും പുനലൂരും കോൺഗ്രസുമായി വെച്ചുമാറും. 25 സീറ്റിൽ കോണി ചിഹ്നത്തിലും 2 സീറ്റിൽ സ്വതന്ത്രരും മത്സരിക്കും.